ഹായ് വൺസ് അഗെയിൻ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് വളരെ അഗെയിൻ അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. കാനഡയിൽ നിങ്ങൾക്കെല്ലാം അറിയാം, ഇന്ന് ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ PRO ആവുന്നില്ല പോട്ടെ, ബട്ട് എങ്കിലും ഈ കനേഡിയൻ ലീഗൽ സ്റ്റാറ്റസ്, അതായത് 2-3 കൂട്ടരുണ്ട് ഇപ്പോൾ വളരെയധികം സംഘർഷാവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഒന്ന് PGWP എക്സ്പയർ ആവുന്നവർ, അവർക്ക് ഒരു ഡമ്മി എക്സ്റ്റൻഷനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടി അവർക്ക് നന്നായിട്ട് അറിയാൻ ഇത് റെഫ്യൂസ് ആവും. അപ്പോൾ എന്താണ് ആഫ്റ്റർ എഫക്ട്? പലർക്കും അതിൻ്റെ റെഫ്യൂസിൽ വരുന്നത് യു മസ്റ്റ് ലീവ് കാനഡ വിത്തിൻ 30 days എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചിലവർ സ്റ്റുഡൻ്റായിട്ട് വന്നവർ, അവരുടെ പ്രോഗ്രാം പലതും ഡിസ്ക്വാളിഫൈഡ് വർക്ക് പെർമിറ്റ്. അപ്പം പഠിച്ചു കഴിഞ്ഞാലും PGWP കിട്ടത്തില്ല. അപ്പം പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് വാട്ട് ഈസ് നെക്സ്റ്റ്? ഒരിക്കലും PR ആവാനുള്ള സാധ്യതകളില്ല. പഠിച്ചു കഴിഞ്ഞ് ജോലി ചെയ്തവർക്ക് പോലും ആവുന്നില്ല. അപ്പം പഠിച്ചു കഴിഞ്ഞ് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ കാര്യം പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. മിക്കവാറും 90% ആൾക്കാർക്കും അതിന് സാധ്യതയില്ല. പിന്നെ പലർക്കും, ചിലവർക്കൊക്കെ മാരീഡാണ്, വൈഫും കുട്ടികളൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് എല്ലാവർക്കും ഉറക്കം കെടുത്തുന്ന ഒരവസ്ഥ. PR ആവാനുള്ള താമസങ്ങളും തടസ്സങ്ങളും അത് വേറെ. അതിന് പുറമെ ഈ വർക്ക് പെർമിറ്റ് തീർന്നു കഴിഞ്ഞാൽ എങ്ങനെ അവരുടെ ഹെൽത്ത് കാർഡ് എക്സ്പയർ ആവും, അവരുടെ കാനഡയിലുള്ള എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഇൻകവും സ്റ്റോപ്പ് ആവും. പിന്നെ അതിനൊക്കെ പുറമെ ഇല്ലീഗലും ആവും. ചിലപ്പോൾ വിസിറ്റർ റെക്കോർഡിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും. ബട്ട് then how do you take care of yourself? How do you pay your bills? How do you take care of your health issues? ഇപ്പോൾ ചില ലേഡീസൊക്കെ എന്നെ കോൺടാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഈവൻ ഡ്യൂ ഫോർ ഡെലിവറി. അപ്പം ഡെലിവറിക്ക് 2 മാസം മുന്നേയൊക്കെ ഹെൽത്ത് കാർഡ് തീർന്നു കഴിഞ്ഞാൽ വാട്ട് എൽസ് യു വിൽ ഡു? കാനഡയിൽ മെഡിക്കൽ ബില്ല്, ഇൻഷുറൻസ് ഇല്ലാത്തവരുടെ കാര്യത്തിൽ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പം ഇതൊരു വലിയൊരു സങ്കീർണമായ സബ്ജക്റ്റാണ്. പലരും എന്നെ വിളിക്കുന്നത് ഞാൻ വല്ല മാജിക്കൽ സൊല്യൂഷനോ എന്തെങ്കിലുമൊക്കെ ക്രിസ്റ്റൽ ബോളൊക്കെ എൻ്റെ അടുത്തുണ്ടെന്ന് വിചാരിച്ചിട്ട് വിളിക്കും. ഒരു 10 പേര് വിളിക്കുമ്പോൾ 5 പേരുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു രീതിയിലുള്ള സഹായം ചെയ്യാൻ പറ്റുന്നില്ല, എക്സെപ്റ്റ് സിമ്പതൈസിങ് വിത്ത് ദം ഓർ എംപതൈസിങ് വിത്ത് ദം. ബട്ട് പലരുടെയും കാര്യങ്ങൾ നമുക്ക് പലതും ചെയ്യാൻ പറ്റുന്നുണ്ട്, സജസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏത് രീതിയിൽ കാനഡയിൽ പിന്നെയും ലീഗലി സ്റ്റേ ബാക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഈ ഒരു 10 ഓപ്ഷനിലൂടെ നമുക്ക് പോകാം. പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ്, ദിസ് നോട്ട് എ ലീഗൽ അഡ്വൈസ്, ദിസ് നോട്ട് മെൻറ്റ് ഫോർ എവരി വൺ, ബട്ട് ഐ ആം വെരി ഷുവർ ദാറ്റ് സം ഓഫ് ദം, ഈ വീഡിയോ കാണുന്ന പലർക്കും, ഒരു 50% ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഇതിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉള്ളവർക്ക് ഇതൊരു പ്രോപ്പർ ലൈറ്റും ഗൈഡൻസും ആയിരിക്കും. അപ്പം നമ്മൾക്ക് ആദ്യത്തെ ഓപ്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഡ്രോസ് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നവരില്ല, ഒരു ഒക്ടോബർ നവംബർ ഈ 2 മാസം മാത്രം എടുത്തു കഴിഞ്ഞാൽ കനേഡിയൻ ഗവൺമെൻറ് ഹാസ് ഇൻവൈറ്റഡ് ഓൾമോസ്റ്റ് 30,000 പീപ്പിൾ. ഇതിൽ നിങ്ങൾ പിന്നെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PR ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ദ മാക്സിമം വെയിറ്റേജ് ഈസ് ഗിവൻ ടു, പ്രയോറിറ്റി ഈസ് ഗിവൻ ടു ഫ്രഞ്ച് സ്പീക്കിംഗ് പീപ്പിൾ. ഇതൊരു ഇൻഡയറക്ട്ലി, ടു ബി ഓണസ്റ്റ് വിത്ത് യു, ദേ ഓൾസോ വാണ്ട് ടു അവോയ്ഡ് ഇന്ത്യൻസ്. എനിക്കങ്ങനെ തോന്നിപ്പോണു. കാരണം ഫ്രഞ്ച് സ്പീക്കിങ്ങിൽ നമ്മൾ ആൾക്കാർ മിക്കവാറും കാണത്തില്ല. 99% നോൺ ഇന്ത്യൻസ്, നോൺ പാകിസ്ഥാനീസ്, നോൺ ബംഗ്ലാദേശ് ഒക്കെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഫ്രഞ്ച് അറിയത്തില്ല, അല്ലെങ്കിൽ ഫ്രഞ്ച് ഇറ്റ്സ് നോട്ട് എൻ ഈസി ലാംഗ്വേജ് ഫോർ us ടു ലേൺ. ഓഫ് കോഴ്സ് സം സ്മാർട്ട് പീപ്പിൾ ആർ മേക്കിംഗ് ഇറ്റ്. ഹെൽത്ത് കെയറിന് ഒരു 6,000 കിട്ടിയിട്ടുണ്ട് ഈ ഔട്ട് ഓഫ് 30,000, ആൻഡ് CEC another 4,000, ആൻഡ് ദെൻ റെസ്റ്റ് ഈസ് PNPs. അതിനൊക്കെ പുറമെ നമ്മൾ നൗ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, നമ്മുടെ ടോപ്പ് 10 ഓപ്ഷൻസ് ഫോർ സം വൺ whose work permit is expiring or who is not hopeful about actually getting a work permit after completion of their studies. The first one is LMIA. ഈ LMIA എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ്, ലോ വേജ് LMIA അൺലെസ് ആൻഡ് ഇൻ ഡിമാൻഡ് കാറ്റഗറി, ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ചൈൽഡ് കെയർ, അങ്ങനെയൊക്കെയുള്ള ചില ഫീൽഡുകൾ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈസ് ഗോയിങ് ടു ബി റെഫ്യൂസ്ഡ്. കാരണം കനേഡിയൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ് അബൌവ് 6-7% in most of the provinces, most of the areas, except some interiors, remote areas. Number 2 is, of course, C11, ICT and startup. ഈ 3 ആണ് കാനഡയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ക്ലാസ് ആൾക്കാർക്ക്. ഇപ്പം ഈവൻ ഒരു സ്റ്റുഡൻറ്റ് പോലും ഒരു ബിസിനസ് വാങ്ങുന്നെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അവർക്ക് ബിസിനസ് ഉള്ളവർ ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള ചില ഓപ്ഷൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫാമിലിക്ക് കേരളത്തിലൊരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് കാനഡയിലുള്ള മകനോട് പറഞ്ഞ് ഇവിടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ, ദ പാരൻറ്റ് കമ്പനി ഓൺ ബൈ ഫാദർ ഈസ് ഗോയിങ് ടു സപ്പോർട്ട് ഇറ്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് C11 കാറ്റഗറിയിൽ ചിലപ്പം പെടുത്താൻ പറ്റും, C10 കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും, ഐ മീൻ ഇൻട്രാ കമ്പനി ട്രാൻസ്ഫറിൽ ചിലപ്പം പെടുത്താൻ പറ്റും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഇതൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതിനെ ഇൻഡിവിജ്വൽ വീഡിയോയിൽ മാത്രമേ എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ.
സ്റ്റാർട്ടപ്പ് വിസയെ പറ്റി ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ബട്ടെങ്കിലും കുറേ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. സോ യു ക്യാൻ എക്സ്പെക്ട് ദാറ്റ് ഇൻ ദ കമ്മിങ് വീക്സ്. അപ്പം മൂന്നാമത്തത്, തേർഡ് വൺ ഈസ് ത്രൂ asylum. Of course, I am not asking in this video to go and claim asylum. Please keep in mind, if you are eligible for asylum, again, I have done some videos in details in the past. You may just actually go and watch it. Asylum ക്ലാസ്സിൽ നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദേ ജസ്റ്റ് ഹാവ് എ വർക്ക് പെർമിറ്റ് വിതിൻ എ വീക്ക്. എൻ്റെ പല ക്ലയൻസിനും 1 to 3 വീക്സിനകത്ത് വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. മിനിമം 1 വീക്സ്, മാക്സിമം 3 വീക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഓപ്പൺ വർക്ക് പെർമിറ്റുമാണ്. അതിൻ്റെ കൂടെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റും മറ്റേ സിം കാർഡും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം അസൈലത്തിന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, അസൈലത്തിന് എലിജിബിൾ ആകാൻ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റീസൺ വേണം അവനവൻ്റെ നാട്ടിലോട്ട് തിരിച്ചു പോകാതിരിക്കാൻ. Number 4 is that in case you are in, as I said before, ഒരു കനേഡിയൻ PR ഓ കനേഡിയൻ സിറ്റിസൺ ആയിട്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, if you fall into the common law category, yes, then you need to convince the Canadian government that it's a serious relationship, and then you are even going with the sponsorship application, and then obviously the spouse, the temporary resident is eligible for applying for a work permit based on that ongoing common law, family sponsorship. If they get married, fantastic, then they fall into family sponsorship. We do a lot of common law cases these days, and we have a lot of successful cases also. So in case you are confused about the eligibility, please call us and you can book a consultation to discuss it in details. Then number 5. ഇവിടെ കാനഡയിൽ നിങ്ങൾക്കറിയാം വർക്ക് പെർമിറ്റ് ഫോർ സ്റ്റുഡൻസ് ആർ റിസ്ട്രിക്റ്റഡ് ആണ്. അപ്പം നിങ്ങളിവിടെ എലിജിബിൾ പ്രോഗ്രാം പഠിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ സ്പൗസോ അല്ലെങ്കിൽ വർക്കറിൻ്റെ സ്പൗസോ ആണെങ്കിൽ യെസ്. അപ്പം സിക്സ്ത് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് GHP എന്ന് പറയും. ഇത് എനിക്ക് തോന്നുന്നു മിക്കവാറും 95% ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. There is an option to apply for LMI exempt work permit provided you are getting a job offer from companies which are participating in a program called Global Hyper Growth Project. അപ്പോൾ അതിൽ വരുന്ന കമ്പനികളുടെ ഒരു പേര്, വളരെ കുറച്ച് കമ്പനികളുള്ളത്, അതിൻ്റെ പേര് എനിക്ക് ഇവിടെ പറയാൻ പറ്റും, ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാൻ നോക്കാം. അഡാ സപ്പോർട്ടിംഗ്, അലയ കെയർ, സെൽ കാറ്റ, ക്ലാരിയസ് മൊബൈൽ ഹെൽത്ത്, ക്ലിയോ, ഡുസ്നി ഫാർമസ്യൂട്ടിക്കൽ ഗ്രൂപ്പ് ആൻഡ് ലൈറ്റ് സ്പീഡ് കൊമേഴ്സ് ആൻഡ് വിബ്കോപ്പ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ കമ്പനികളുടെ വെബ്സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഇൻ കേസ് ദർ ഇസ് എനി വേക്കൻസി അവൈലബിൾ, please apply. No, correct? If not you, your friend or somebody, your relative or somebody can be qualified. അപ്പോൾ അത് മനസ്സിലാക്കുക. അതാണ് നമ്പർ 6. അപ്പോൾ നമ്പർ 7 വളരെ പോപ്പുലറായിട്ട് കാര്യം ഫ്രഞ്ച്. നിങ്ങൾക്ക് ഫ്രഞ്ച് പഠിച്ചിട്ട് ഫ്രഞ്ചിലൊരു CLB5 ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എലിജിബിൾ ജോബ് ഓഫറും കൂടി ഉണ്ടെങ്കിൽ യെസ്, you may be qualified for an extension of your work permit. Even PGWP expires, there's a chance. There are some ifs and buts and conditions, but if I get into details, it will be too long video. So obviously I can't do that in this video. But keep that in mind. That is another option. That's number 7. And number 8 is AIP. In case you have a job offer from Atlantic Province, from qualified designated employers, and the job offer also gets a endorsement, obviously you may be qualified for a work permit. So please, always the video is just basically, in this video I'm just trying to give you the maximum information I can, but it's never to be taken as the ultimate and the most updated, because things can change overnight in Canada, especially in today's Canada. Okay, then then the other two, probably most of you know it, but I'm just still quoting it here. Vulnerable work permit, in case you are on a work permit and you are getting ill-treated, and you are not getting salary, or the company just disappeared, or the employer is being cruel to you, yes, you have a chance of getting vulnerable work permit. So basically this video mostly covers all the other options of getting work permit except PGWP. Or if your PGWP is getting over, what is the other way of getting work permit and continuously working in Canada and living in Canada legally, correct? So that's one. And then bridging work permit, that's the last one. If your PR application is under process, or you have a PNP nomination with the registration, letter of registration for the concerned province, you can also apply for work permit based on that, and that will be considered as a bridging work permit. So these are the 10 best options, but there are 2 more options, but which is not applicable to us, but it's good to know. I am not basically, I didn't want to talk about it, but it's good to know that this one is IEC, International Experience Class, where mostly the countries are not from Asia subcontinent.
countries like Korea, Ukraine, Japan, all these countries with a lot of trade deals with Canada, and also Canadian government selects certain countries every year. Even countries like Estonia and all those, sometime even UK is always there, Japan is there. So there are some criteria like the candidates should be between 18 to 30, 35 age, and then they get up to 24 months of work experience without any job offer. You don't need a job offer, you don't need LMIA, and that is another opportunity for them to come to Canada and work here and try here, and then eventually explore the PR option if that's available for them. ഓക്കെ, സോ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിൽ എനിക്ക് ഇത് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതിനൊക്കെ ഓരോ കാര്യം വരുമ്പോഴത്തേക്കും ഓരോ വർക്ക് പെർമിറ്റിനെ പറ്റിയും സത്യം പറഞ്ഞാൽ നമുക്ക് 10 മിനിറ്റോ 15 മിനിറ്റോ സംസാരിക്കാനുണ്ടാവും. കാരണം അതെങ്ങനെയാണ് ഇൻഡിവിജ്വലി ഓരോരാളും അതിന് എലിജിബിൾ ആകുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് ജനറലായിട്ടൊരു വീഡിയോ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം പലരുടെയും കാര്യത്തിൽ ഇത് ഒരാൾക്ക് ശരിയാണ്, വേറെ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വർക്കാവുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ you please contact us and book a consultation. So thank you for watching, and please don't hesitate to share and subscribe and comment. Okay, thank you. Bye.